ആഴത്തിൽ നമ്മളോട് ഇതിൽ നിന്ന് ഇടപെടേണ്ടതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ആമേൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിൽ നിന്ന് രാത്രി അടിയങ്ങളോട് സംസാരിക്കണമേ. പല ആവർത്തി ഞങ്ങൾ വായിച്ചിട്ടുള്ള തിരുവചനമാണ്, പല ദൈവദാസന്മാരിൽ കൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ള വചനമാണ്. എങ്കിലും പുതിയ കർത്താവെ ആ മേച്ചിൽപ്പുറങ്ങളിൽ ആമേൻ കർത്താവെ ചില പുതിയ ആമേൻ കർത്താവെ ഹല്ലേലൂയ ആമേൻ പുല്ല് ആമേൻ കർത്താവ് ഇന്ന് ഭക്ഷിപ്പാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ ആ പഴയ പുൽപ്പുറത്ത് കൂടെ മേയുമ്പോൾ ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ചില പുതിയ തളിരുകൾ കർത്താവ് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ കൊണ്ട്, ദൈവിക നന്മകൾ കൊണ്ട് ആമേൻ കർത്താവ് ഞങ്ങളെ മാനിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാം ആമേൻ കർത്താവെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ വിഗിൽസ്വർത്തിന്റെ ചില വാക്കുകൾ, അതായത് നാം ദൈവത്തിന്റെ വചനം വായിക്കണം. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആ വായിക്കുന്നതിനെ നമ്മൾ ധ്യാനിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ആ ദൈവവചനം, നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം നമ്മെ ദഹിപ്പിക്കുന്നത് വരെ ആ വചനം നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയണം. എനിക്ക് അത് വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയത് ആത്മാവിനെയും പ്രാണനെയും സന്ധ്യമഞ്ചകളെയും വേർപിടിവിക്കും വരെ ആമേൻ തുളച്ചു ചെല്ലാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും അനേക ഹൃദയങ്ങളിൽ ആഴമായിട്ട് ഈ വചനം പതിക്കട്ടെ. ചില കുടുംബങ്ങളിൽ ആമേൻ, ചില പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആഴമായ ദൈവിക ഇടപെടലുകൾ ഈ വചനത്തിലൂടെ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആമേൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം ത്രികാലങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത് 2-3 അധ്യായങ്ങളിൽ നിലവിലുള്ളതായ വസ്തുതകളും അതിന്റെ 3 മുതൽ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ മേലാൽ സംഭവിപ്പാൻ പോകുന്ന, അനധിവിദൂര ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടന്നു കഴിഞ്ഞ രംഗങ്ങൾ എന്നതുപോലെ ഇന്ന് നാം കാണുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠ പരമായി പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഈ മറുവമലയിൽ പത്രോസിനോടും യാക്കോബിനോടും കൂടെ കണ്ടതിനേക്കാൾ വലിയ കാഴ്ചയാണ് യോഹന്നാൻ വെളിപ്പാടിൽ തന്റെ ഏകാന്തതയിൽ ആമേൻ ദൈവം അവനോട് ഇടപെട്ടപ്പോൾ അവൻ കണ്ടത്. അതിന്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേൻ ഏകാന്തതകളിൽ ദൈവം ഇടപെടുമ്പോൾ ആമേൻ ഇതുവരെ നിങ്ങളോട് ഇടപെടാത്തതുപോലെ വളരെ ആഴത്തിൽ ആമേൻ നമ്മളോട് ഇടപെടുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ആമേൻ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മൾ അറിവില്ലാത്തവരായി പോകരുത്. എനിക്കറിയാം, ഒത്തിരി പേര് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വലിയ ഒരു ജനാവലി ഒന്നുമില്ല ആമേൻ. എങ്കിലും ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് ആമേൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പോലും ജീവിതത്തിൽ ചില ഒറ്റപ്പെടലുകളും ചില ഏകാന്തതകളും ആമേൻ ചില കയ്പാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവം ഹല്ലേലൂയ ആ കയ്പ് കുടിച്ചുകൊണ്ട് ജീവിക്കാൻ നിർബന്ധിതരായിത്തീരുന്ന ആമേൻ സ്തോത്രം ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവർക്ക് ആമേൻ ഈ വചനം ഒരു വലിയ വിടുതലായിട്ട് മാറും. ഈ വചനം വലിയ ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ സഭ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ 4-5 അധ്യായങ്ങളിൽ വളരെ ശക്തമായ ആമേൻ ആരാധനയുണ്ട്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, 4-5 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയും. അതായത് അവിടെ ആരാധനയുടെ ചെറിയൊരു ഡെമ്മോയാണ് നമ്മൾ കാണുന്നത്. ആമേൻ ഈ ആമേൻ ഭൂമിയിലുള്ള മുഴുവൻ ആരാധനകളും ആമേൻ ആ സ്വർഗത്തിൽ നടക്കുന്ന ഒറിജിനൽ ആരാധനയുടെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഭൂമിയിൽ കാണുന്നത്. ആമേൻ ഇവിടെ സ്തോത്രം ആരാധിക്കുന്നത് ആമേൻ അതിന്റെ പൊരുളായിട്ടുള്ള ആരാധന വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ
ആമേൻ നമുക്ക് കാണാൻ കഴിയും. അതായത് 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടിട്ട് ആമേൻ ദൈവമേ നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ചെയ്തതായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ ആമേൻ യോഗ്യനേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കപ്പെട്ട ആമേൻ സ്തോത്രം കിരീടങ്ങൾ കുഞ്ഞാടിന്റെ മുമ്പിൽ ആമേൻ അവർ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അവിടെ കുഞ്ഞാടിനെ ആരാധിക്കുന്നത് ആമേൻ സ്തോത്രം നമുക്ക് ദർശിക്കുവാനായിട്ട്, നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാനോട് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം എനിക്ക് വേണ്ടി ആമേൻ ഒരു വാതിൽ ആമേൻ സ്തോത്രം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം നിങ്ങൾ എന്റെ കൂടെ ആമേൻ ഈ വചനവുമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ ആമേൻ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ ഇന്ന് രാത്രിയിൽ ആമേൻ ആമേൻ പറഞ്ഞുകൊണ്ട് വേണം സ്തോത്രം ഈ ദൂത് കേൾക്കാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ ആ ദൂതിന്റെ മുന്നിൽ ഇന്ന് രാത്രി ആമേൻ പറയണം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ആമേൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിയാൽ ആമേൻ ചില വാതിലുകൾ ആമേൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കുന്നത് കാണുവാൻ കഴിയും. സ്തോത്രം. എനിക്കറിയാം ഈ ദൂത് ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ ഇത് ഏതൊക്കെയോ കുടുംബങ്ങളുമായിട്ട് ദൈവം കണക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ വ്യക്തികളുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്തുണ്ട്. നമുക്കറിയാം സഭകളിലൊക്കെ നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പറയുമ്പോൾ ദൈവജനം കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയൊക്കെ പറയും. ആമേൻ അങ്ങനെ ആമേൻ സ്തോത്രം പ്രസംഗിച്ച് പരിശീലിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആമേൻ ആരാധനയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിച്ച് ശീലമുള്ള ദൈവദാസന്മാർ ഇങ്ങനെയുള്ള ആമേൻ മീറ്റിങ്ങുകളിലേക്ക് വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ആമേൻ പണ്ടേ ഈ കണ്ടക്ടർമാര് ടിക്കറ്റ് എഴുതുമ്പോൾ ഓടുന്ന ബസ്സെ കുലുങ്ങിക്കൊണ്ടല്ലേ എഴുതുന്നത്. പിന്നെ അവര് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും അവർക്ക് അങ്ങനെ അല്ലാതെ ഒരു ചെയറിൽ ഇരുന്ന് എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ടൊരു കണ്ടക്ടർ വീട്ടിൽ ചെന്ന മോനോട് പറഞ്ഞേട്ടാ ഞാനിങ്ങനെ പേന എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ നീ ഞാനിരിക്കുന്ന കസേരയുടെ പുറകോശം പിടിച്ചിങ്ങനെ ഒന്ന് കുലുക്കണം, അങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്, അപ്പോഴാണ് എന്റെ കൈയക്ഷരം നന്നാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആമേൻ ദൂത് കേൾക്കുമ്പോ ആമേൻ സ്തോത്രം, അതായത് നിങ്ങള് ഒരു ആമേൻ പറയണമെങ്കിൽ അത് ഇവിടെ നമുക്ക് മൈക്ക് ഓണാക്കി പറയാൻ പറ്റത്തില്ലോ, കാരണം ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ ഒക്കത്തില്ല. നിങ്ങളത് ടൈപ്പ് ചെയ്ത് ആമേൻ നിങ്ങളത് ആമേൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹം. കാരണം നിങ്ങൾക്ക് ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ഈ വചനത്തിന്റെ കൂടെ ഉണ്ട് ആമേൻ എന്ന് തിരിച്ചറിയുവാൻ ആമേൻ സ്തോത്രം അത് മുഖാന്തരമായി തീരും. കർത്താവ് നിങ്ങൾ അതിനായിട്ട് സഹായിക്കട്ടെ. നോക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. ചിലര് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയോ, ചിലര് എത്ര പ്രതികൂലം വന്നാലും ആമേൻ എത്ര പ്രതിസന്ധി വന്നാലും ആമേൻ സ്തോത്രം ചില പ്രിയപ്പെട്ടവർ ദൈവസന്നിധി നോക്കത്തില്ല, ചിലർ ഉപവസിക്കത്തില്ല, ആമേൻ ചിലർ പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയാം, പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ജീവിതത്തിൽ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രതികൂലം വരാനുള്ള കാരണം എന്താ? ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം, ഒന്ന് ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു പ്രവാചകനിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ കർത്താവ് നിങ്ങളോട് ഇടപെട്ടിരിക്കും. അതിന്റെ അകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആമേൻ എന്റെ സ്വർഗത്തിലെ ആമേൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശൂന്യതയുടെ നടുവിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ആമേൻ ഒരു ദൈവത്തെ ആമേൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനത്തിൽ കൂടെ അവതരിപ്പിക്കുക. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ എന്റെ കർത്താവിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ. ആമേൻ സ്തോത്രം. അവൻ പറയാണ്, ആരും ആമേൻ അടയ്ക്കാതെ വണ്ണം ഞാൻ തുറക്കും നിനക്ക് വേണ്ടി, ആരും തുറക്കാതെ വണ്ണം ഞാൻ അടയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. നിങ്ങൾ ഏത് രാജ്യത്താണോ ആമേൻ സ്തോത്രം, നിങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിലും ഞാൻ ആത്മാവിൽ പറയുക, ഹല്ലേലൂയ, ആരും അടയ്ക്കാതെ വണ്ണം കർത്താവ് നിനക്ക് വേണ്ടി ചില വാതിൽ തുറക്കാൻ പോവുകയാണ്. ആമേൻ. ഈ ദൂത് കേൾക്കുന്ന ചിലർ അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ കരയുന്ന ചിലരെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഷാമാന റാസയാന്തരെ
ലബാഷിഖാധര വൈഡാമന. ചില അടഞ്ഞ വാതിലിന്റെ മുൻപിൽ നാളുകളായി കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുക കേട്ടോ, ഒരു ശക്തമായ ദൂത കർത്താവ് നിനക്ക് കൈമാറുന്നത്. ആമേൻ. ആരും അടയ്ക്കാത്ത വണ്ണം നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. എന്റെ ദൈവം നിനക്ക് വേണ്ടി നിർണയിച്ചാൽ അത് ദുർബലപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരവൊന്ന് നീട്ടാൻ തീരുമാനിച്ചാൽ ദൈവവൈതലേ അത് മടക്കാൻ കഴിയുന്നത് ആരാ? നിന്നെ നിരുത്സാഹപ്പെടുത്താൻ പലരും കാണും. ഹല്ലേലൂയ. നിന്റെ കുറ്റം പറയാൻ പലരും കണ്ടേക്കാം. ആമേൻ. നിന്നെ അടിച്ചമർത്താൻ പലരും കണ്ടേക്കാം. നിന്നെ വിമർശിക്കാൻ ഒത്തിരി പേര് കണ്ടേക്കാം. പക്ഷെ വേദനയിൽ നിന്റെ കരമൊന്ന് താങ്ങാൻ, ഹല്ലേലൂയ, നിന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യപ്പെട്ടോ എന്ന് പറയാൻ ഇന്ന് രാത്രിയിൽ ആരുമില്ലെങ്കിലും, ഓ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം. എനിക്കറിയാം ഈ ദൂത് നിങ്ങൾ കേട്ടിട്ട്, ആമേൻ, ഇന്ന് രാത്രി നീ, ആമേൻ, നിന്റെ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, ആമേൻ, അസാധാരണമായ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, ആമേൻ, ആമേൻ, പർവ്വതം പോലെ വലിപ്പമുള്ള ചില വിഷയങ്ങൾ, പാറ പോലെ കടുപ്പമുള്ള ചില വിഷയത്തിന്റെ അകത്ത് ഞരങ്ങുന്ന, ആമേൻ, സ്തോത്രം, ചില ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഒരു അഭിഷക്തൻ എന്നുള്ള നിലയിൽ, ആമേൻ, എന്റെ ആത്മീയ ദർപ്പണത്തിൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും. ആമേൻ. നിങ്ങളെ കണ്ടുകൊണ്ടാണ്, ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ദൂത്, ആമേൻ, വിളിച്ചു പറയുന്നത്. ആമേൻ. കർത്താവ് ചിലർക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അന്യഭാഷയിൽ ഇന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ദൂത് കേൾക്കണം, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഞാനൊരു ഒരു പാട്ട്, ആമേൻ, എന്റെ വിശ്വാസ ജീവിതത്തിൽ എഴുതിയ ഒരു പാട്ടാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 രാജമുടികൾ ശിരസിൽ ധരിച്ചെന്നുള്ള ഗാനം. ആ പാട്ടിന്റെ അകത്ത് കർത്താവിനോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. ഒത്തിരി പ്രതികൂലം എനിക്ക് വന്നപ്പോഴാണ് പാട്ട് എഴുതിയത്. സുവിശേഷ വിരോധികൾ, ആമേൻ, എന്റെ വീട് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ആ പാട്ട് എഴുതിയത്. കർത്താവിനോട് പറഞ്ഞ, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി ഈ ദേശത്ത് ഞാനൊരു വാതിൽ തുറന്നിരിക്കുക, അതാരും അടയ്ക്കത്തില്ല. വൈഡ. ഹല്ലേലൂയ. ഞാൻ എഴുതി, ദാവീദ് ഗോത്രത്തിന് സിംഹമായവനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ തുറക്കുവതാര്. സ്തോത്രം. ആമേൻ. ആ ദേശത്ത്, സങ്കടദേശത്തിന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന്, ആമേൻ, യോസേപ്പ് പറഞ്ഞ പോലെ, ആമേൻ, ഞാൻ ആ പ്രവർത്തിച്ച, ആമേൻ, കോട്ടയം പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 155 പേരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടുത്തെ അമ്പാട്ടുകടവിൽ കൊണ്ട് സ്നാനപ്പെടുത്താൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഒരു വ്യക്തി പോലും ഇല്ലാതെ അവിടെ പോയതാ. അനുഗ്രഹിക്കപ്പെട്ടൊരു, ആമേൻ, സ്തോത്രം, സഭ അവിടെ ഉണ്ടായി. ആരാധനാലയത്തിന് സ്ഥലം മേടിക്കാൻ, ഹോള് പണിയാൻ എല്ലാം കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ചില അടഞ്ഞ വാതിലിന് മുമ്പിൽ കരയുന്നവരോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, തമ്പുരാൻ നിനക്ക് വേണ്ടി ചില വാതിൽ തുറക്കാൻ പോകും. ആര്? നിന്നെ, ആമേൻ, സ്തോത്രം, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, നിന്റെ ജീവിതത്തിൽ എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞ് നിന്നെ തകർക്കുന്ന വ്യക്തികളുടെ മുഖത്ത് നീ നോക്കണ്ട. കർത്താവ് പറയുന്നു, സ്വർഗത്തിലോട്ട് നോക്കൂ. ആമേൻ, സ്തോത്രം, സ്വർഗത്തിലോട്ട് നോക്കൂ. കർത്താവ് ചില നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. ആമേൻ, സ്തോത്രം. ചില, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ആമേൻ, ചില ഓഫീസിൽ ചില പ്രതിസന്ധികളുമായിട്ട് ഭാരപ്പെടുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ആമേൻ. യേശുവിന്റെ നാമത്തിൽ ദൂതൻ ഇറങ്ങുക നിനക്ക് വേണ്ടി. ഞാൻ ദൂത് പറയുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. എവിടെയാണ് ഇറക്കേണ്ടത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ചില ഇരുമ്പ് ഓടാമ്പലുകൾ ഇന്ന് രാത്രി പൊട്ടും. ചില താമ്ര കഥകൾ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഉടയ്ക്കും. ആമേൻ. ചില അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി, അതിവേഗം ഓടുന്ന വചനം അയച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിൽ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കർത്താവ് സകലത്തിനും മതിയായവനാ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യം എന്താ? ആമേൻ. ഇന്ന് അവൻ സകലത്തിനും. നീ രോഗിയാണോ? എന്റെ കർത്താവ് നിന്നെ ആരോടും പറയാത്ത ചില രോഗങ്ങൾ. ഈ ചില ആൾക്കാർ ചിന്തിക്കും, എപ്പോഴും എങ്ങനെ എല്ലാവരോടും പറയുന്നത്? തലവേദനയാണ്, ആമേൻ, സ്തോത്രം, വയറുവേദനയാ, ചെസ്റ്റ് വേദന, നടുവേദന, ഇരിക്കാൻ മേല, മുട്ടുവേദനയാ, കടക്കാൻ മേല, എഴുന്നേക്കും. ഇതൊക്കെ എല്ലാവരോടും എപ്പോഴും എന്തിനാ പറയുന്നതെന്ന് വിചാരിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ചില കയ്പുകാടി ഉടിച്ചിറക്കുന്നത് പോലെ ജീവിതത്തിൽ, ആമേൻ, പ്രതിസന്ധികൾ പലതും പലരോടും പറയാതെ, ഹല്ലേലൂയ, ഉള്ളിലൊതുക്കി കഴിയുന്ന, ആമേൻ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവിനെ കാണുകയാ. നിന്റെ ഭാരം ദൈവം അറിയുന്നു. ആമേൻ, സ്തോത്രം. അസാധാരണമായ വിടുതല് ഈ, ആമേൻ, മീറ്റിംഗിന്റെ അകത്തുകൂടെ, ഈ സൂം മീറ്റിംഗിന്റെ അകത്തുകൂടെ കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവര്, ആമേൻ, ദൂത് ഏറ്റെടുത്തു.
റാഷേഖാന റാംധേന ഹൈഡ റാബാഷിയാദല. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ചില കെട്ടുകൾ പൊട്ടി മാറുന്ന ദൈവത്തിന്റെ ശബലവ റബനവ ഷൈഡവന ഘടകസിയാധര. രക്തത്താൽ ജയം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, ചിലര് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തി നടക്കുമ്പോൾ ചില ലൊക്കേഷൻ ഒക്കെ ചേഞ്ച് ആകും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൂതുകൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ ആരാധിച്ചു. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിലുള്ള രോഗങ്ങൾ, നിന്റെ ജീവിതത്തിലുള്ള ശാപങ്ങൾ, നിന്റെ ജീവിതത്തിലുള്ള മരണഭയം, നിന്റെ ജീവിതത്തിലുള്ള ബാധകൾ, നിന്റെ ജീവിതത്തിലുള്ള ഞെരുക്കങ്ങൾ, അത് സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ, അത് ശാരീരിക ഞെരുക്കമാണെങ്കിൽ, അത് മാനസിക ഞെരുക്കമാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില സ്തോത്രം ഹല്ലേലൂയ, ചില ഫിനാൻഷ്യൽ ഒപ്രഷൻസ്, ചില സാമ്പത്തിക ഞെരുക്കത്തിന് മുമ്പിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചോ. കർത്താവ് ചില നന്മകൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുക. അനുഗ്രഹത്തിന്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് തുറക്കുക കേട്ടോ. രക്തത്താൽ ജയം. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിലെ ചരിത്രം മാറുന്ന സ്തോത്രം വിടുതലായിരിക്കും. എഴുതിയിട്ടോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, സ്തോത്രം. അതായത് നമുക്കറിയാം, എഗസ്കേലിനോട് ദൈവം അസ്ഥി താഴ്വരയിലോട്ട് ഇറക്കി നിർത്തിയിട്ട് പ്രവചിച്ചോളാൻ പറഞ്ഞു. അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ശൂന്യതയുടെ നടുവിലൊക്കെ ദൈവം ചിലപ്പോൾ ഇറക്കി നിർത്തും. എന്നിട്ട് സ്തോത്രം, ഒന്നുമില്ലായ്മയിൽ ആ അസ്ഥി താഴ്വരയിൽ നിന്ന് പലർക്കും പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവമക്കളെ, യഗസ്കേലിന് മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ദൈവാത്മാവിന്റെ ശക്തി ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഒന്നുമില്ലാതെ ശൂന്യമായി കിടന്ന അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ പ്രവാചകൻ ഇറങ്ങി നിന്ന് അങ്ങോട്ട് പ്രവചിച്ചു. പ്രവചിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സ്തോത്രം. അതായത് വർഷങ്ങൾ കൊണ്ട് ദുഷ്ടപിശാച് ഉപ്പക്കുന്നാക്കിയിട്ട അസ്ഥികളെ കൊണ്ട് താഴ്വര ഉണ്ടാക്കിയെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവിടെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ 1 സെക്കൻഡിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നാളുകൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നാളുകൾ കൊണ്ട് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റ ചില പരാജയങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു ദൂത് കൊണ്ട് ദൈവം മാറ്റാൻ പോവാ. യെസ്, രക്തം ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഒറ്റ ദൂത് മതി ദൈവത്തിന്, ഒറ്റ വാക്ക് മതി എന്റെ ദൈവത്തിന്. നിന്റെ 15 വർഷമായി നിന്നെ കേട്ടഴിക്കാൻ എന്റെ ദൈവത്തിന് ഒറ്റ വാക്ക് മതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നാളുകളായി ചില വിഷയത്തിന്റെ അകത്ത് സ്തോത്രം ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിടുതലില്ല. ആരാധിക്കുന്നുണ്ട്, വിടുതലില്ല. പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ വിടുതലില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എഗസ്കേലിനെ കൊണ്ട് അസ്ഥി താഴ്വരയിൽ ദൈവം ശുശ്രൂഷിപ്പിച്ചതുപോലെ ചരിത്രം മാറുന്ന ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോവാ. വിശ്വസിക്കുന്നുണ്ട്? ദൂത് ഏറ്റെടുത്തോ. ഷാമാന റാസ്യാന്ധര വൈഠാരാവ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. രക്തം ജയം. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് കാണാൻ, ദൈവത്തിന്റെ ദർശനം കാണാൻ, ദൈവപ്രവൃത്തി കാണാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കേൾക്കുന്ന ചിലരുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഇവിടെ തുറന്നു വെക്കുക. രക്തത്താൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ പത്മോസിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് അവിടെ മുഴുവനും ഈജിയൻ കടലിടുക്കിന്റെ 11 കിലോമീറ്റർ ചുറ്റളവുള്ള പത്മോസ് ദ്വീപില് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരും മുട്ടൻ കല്ലുകളും തേളുകളും വിഷപ്പാമ്പുകളും മുൻപ് നാട് കടത്തപ്പെട്ട തലയൂട്ടികൾ അസ്ഥികൂടങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞ പ്രിയപ്പെട്ടവരെല്ലാം നെഗറ്റീവാ അല്ലേ? പോസിറ്റീവായിട്ട് ആരും പത്മോസ് ദ്വീപിനെ കുറിച്ച് എന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. എല്ലാം നെഗറ്റീവാ, അവിടെ കാണാൻ പറ്റുന്ന എല്ലാം നെഗറ്റീവ്. പക്ഷെ ഇതൊക്കെ നമ്മളോട് പറഞ്ഞത് നമ്മുടെ സഭയിൽ നമ്മൾ ശുശ്രൂഷിക്കാൻ വിളിച്ച ദൈവദാസന്മാരോ അല്ലെങ്കിൽ ഭയങ്കര വേദപണ്ഡിതന്മാരൊക്കെയാ. ഹല്ലേലൂയ. പക്ഷെ പത്മോസിൽ പോയ യോഹന്നാൻ അവിടെ തലയോട്ടി കണ്ടെന്നും അവിടെ അസ്ഥി ഉണ്ടെന്നും അവിടെ കഴുകം വട്ടമിട്ട് പറക്കുന്നെന്നും അവിടെ ഭയങ്കര തിരമാല കണ്ടെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. കാരണം പുള്ളി അവിടെ നിന്നുകൊണ്ട് തലയോട്ടി നോക്കി നിൽക്കുകയല്ലായിരുന്നു. പുള്ളി അവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിലോട്ട് നോക്കി. ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടൊരു ദൂത് പറയാം. ഇന്ന് പലരും കയറി പിടിക്കുന്ന നെഗറ്റീവേല.
കാരണം അവിടെയുള്ള അസാധ്യതകളല്ല നമ്മൾ നോക്കേണ്ടത്. അവിടെ നിന്നോണ്ട് ശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്നോണ്ട് സാധ്യതകളെ കാണാൻ പറ്റണം. അതാ ദൈവമക്കൾ. എന്റെ ആ ഫിലോസഫിയായിട്ട് എത്ര പേര് യോജിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നെഗറ്റീവ് ഒന്നും പറയുന്ന ആളല്ല. എനിക്ക് താല്പര്യമില്ല. എന്ത് നെഗറ്റീവ് പറഞ്ഞിട്ട് എന്നാ എടുക്കാൻ? ആരോളെ കാണുമ്പോ ഇവൻ ശരിയാകത്തില്ല, അല്ലെങ്കിൽ ആ സഹോദരി ശരിയാകത്തില്ല, ആ സഭ ശരിയാകത്തില്ല, ആ ദൈവദാസൻ, ഇത് പറഞ്ഞിട്ട് എന്നാ ഗുണം? ഇത് പറഞ്ഞാൽ അങ്ങനെ ആകുമോ? നിങ്ങൾ പോസിറ്റീവ് പറ, പോസിറ്റീവ് പറ. ഒരു ബ്രദറിനെ കാണുമ്പോൾ പറ, നന്നാവും ബ്രദർ, എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒരു സ്ഥാപനം കാണുമ്പോൾ പറ, ദൈവം ഇതിനെ വർദ്ധിപ്പിക്കും. ഒരു സഭ കാണുമ്പോൾ പറ, ഇത് ദൈവം അനുഗ്രഹിക്കും. ആമേൻ, സ്തോത്രം. ഒരു കാര്യം കാണുമ്പോൾ പറ, ഗോഡ് ബ്ലസ് യു, നന്നായിരിക്കുന്നു. എന്നാ കുഴപ്പം? ഞാൻ അങ്ങനെ പറയുന്ന ആളാണ്, ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്ന ആളാണ്. ആമേൻ, സ്തോത്രം. കാരണം മരണവും ജീവനും നമ്മുടെ നാവിന്റെ അധികാരത്തിലായിരിക്കുന്നത്. നീ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നിന്നിൽ അഭിഷേകം ഉണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഞാനത് വിശ്വസിക്കുന്നയാളാണ്. ആമേൻ. അതുകൊണ്ട് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ നെഗറ്റീവ് എല്ലാം നമ്മൾ വിടുക. പത്മോസിലൊക്കെ ഒത്തിരി കാര്യം നെഗറ്റീവ് ഉണ്ട്. ആമേൻ. എന്ന് പറഞ്ഞാൽ പത്മോസിന്റെ മണ്ണിൽ കാല് ചവിട്ടിയ ഒരുത്തിന് ജീവനോടെ മടങ്ങിപ്പോന്നിട്ടില്ല. നമുക്ക് ചരിത്രം അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ ആ വിഷയത്തിൽ ചരിത്രം ദൈവം തിരുത്തും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുന്നു, നിനക്ക് വന്നതുപോലെ കഷ്ടത വന്ന പലരും ഇന്ന് ലോകത്തിലില്ല. പലരും സൂയിസൈഡ് ചെയ്തു, പലരും നിരാശപ്പെട്ടു പോയി. ആമേൻ. പലരും മാനസിക രോഗികളായിട്ട് മാറി. ഭയങ്കര പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയ ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. അവരോടാ ദൂത്. വെറുതെ ഒരു ദൂത് ദൈവം എനിക്ക് തരുത്തില്ല. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂത് ഏതൊക്കെ കുടുംബങ്ങളുമായിട്ട് കണക്ട് ആകുന്നുണ്ട്. ഇതിന്റെ അകത്തിരിക്കുന്ന ഏതൊക്കെ വ്യക്തികളുമായിട്ട് ഇന്ന് രാത്രി ഈ ദൂത് അങ്ങ് കണക്ട് ആകുക. ആ കണക്ട് ആകുക മാത്രമല്ല, ആ കണക്ട് ആകുന്ന വ്യക്തികളിൽ അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കും. നിങ്ങൾ എന്നോട് വിളിച്ചു പറയണം, അല്ലെ എനിക്ക് മെസ്സേജ് ഇടണം. ഹല്ലേലൂയ. ദൈവദാസനെ എന്നോട് അന്ന് രാത്രി പറഞ്ഞ ദൂത്, അത് എന്നോടാ പറഞ്ഞത്, എന്നോടാ ദൈവം ഇടപെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ആമേൻ. കർത്താവ് ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ഇത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. നീ താമസിക്കുന്നത് ഒരുപക്ഷെ കുവൈറ്റിലോ, അല്ലെങ്കിൽ സ്തോത്രം ദുബൈയിലോ, അല്ലെങ്കിൽ ദോഹയിലോ, അല്ലെങ്കിൽ അമേരിക്കയിലോ, എവിടെയെങ്കിലും ആകട്ടെ, UK-ലോ കാനഡയിലോ, പക്ഷെ നിങ്ങൾക്ക് വേണ്ട വിടുതൽ കേരളത്തിലായിരിക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി അത് സംഭവിക്കും. അതിവേഗം ഓടുന്ന വചനം അയച്ച് എന്റെ ദൈവം, ആമേൻ, സ്തോത്രം, വിടുവിക്കും. നിങ്ങൾ നോക്കിയേ, ഈ അഭിഷേകം പ്രാപിച്ച, ആമേൻ, സ്തോത്രം, ഈ ക്രൂശിന്റെ ചവിട്ടിൽ യേശുവിന്റെ മാർവോടൊക്കെ ചേർന്നിരുന്ന യോഹന്നാനെ പത്മോസി കണ്ടപ്പോ പിശാച് അലറി കാണും, അട്ടഹസിച്ച് കാണും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവന്റെ അട്ടഹാസത്തിന്റെ അർത്ഥം, ഞാൻ ഉദ്ദേശിച്ച ഇരയെ, ആമേൻ, സ്തോത്രം, ഞാൻ, ആമേൻ, വരച്ച കളത്തിന്റെ അകത്ത് എനിക്ക് കിട്ടിയിരിക്കുക. ഇത് മനസ്സിലായോ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ? ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതികൂലം കാണുമ്പോൾ പിശാച് അട്ടഹസിക്കും. ആമേൻ. എന്നിട്ട് നമ്മളോട് പറയും, നീ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകുന്ന കാര്യം കഷ്ടമാ. ആമേൻ, സ്തോത്രം. നിന്റെ, ആമേൻ, പാട്ടുപെട്ടി, നിന്റെ പരിപാടിയല്ല ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കും. നിന്റെ ദർശനവും, ആമേൻ, നിന്റെ സ്വപ്നവും, നിന്റെ വെളിപ്പാടും എല്ലാം ഞാൻ ഇവിടം കൊണ്ട്, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ ശവം അവിടെ വീഴുന്നത് കാണാൻ, ആമേൻ, ലോകം കൊതിച്ചു, പൈശാചിക മണ്ഡലം കൊതിച്ചു. സ്തോത്രം. പക്ഷെ ആ അഭിഷേകമുള്ള, ദൈവകൃപ പ്രാപിച്ച, ആമേൻ, സ്തോത്രം, മറുവമലയിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് കണ്ട യോഹന്നാൻ, ആമേൻ, സ്തോത്രം, ഈ പ്രതികൂലത്തിന് നടുവിൽ അവൻ പതറിപ്പോയില്ല. അവിടെ നിന്നുകൊണ്ട് അവൻ പിശാചിനെ വെല്ലുവിളിച്ചു. എടാ പിശാചേ, ആമേൻ, സ്തോത്രം, ചാകാനുള്ള അഭിഷേകമല്ല, ഭാവി കാലങ്ങളെ കണ്ട് പ്രവചിക്കാനുള്ള ഒരു അഭിഷേകമാ എന്റെ ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നിന്റെ പ്രതികൂലത്തെ കണ്ട് അട്ടഹസിക്കുന്ന ദൂട്ടപ്പിശാചിനോട് പറയണം, എടാ പിശാചേ, ചാകാനും നശിക്കാനും നാട് വിട്ടു പോകാനും ഒളിച്ചിരിക്കാനുള്ള അഭിഷേകം അല്ലടാ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നിവരെ നിന്ന് അത് പരിഹരിച്ചിട്ട്, ആമേൻ, തമ്പുരാന്റെ നാമത്തിന് വേണ്ടി, ആമേൻ, ദേശത്ത് നട്ടലോടെ നിവർന്ന് നിൽക്കാനുള്ള അഭിഷേകമാ ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്നത്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ദൂത് കിട്ടുന്നുണ്ട്, ഏറ്റെടുത്തു.
അത് നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലായിരിക്കും, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കും. ആമേൻ. ചില വെല്ലുവിളികൾ ആമേൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ, ഈ ദൂത് ഒരു അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെട്ടു വരും. ആമേൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാം നിശ്ചലമാക്കുന്ന പത്മോസിന്റെ ഏകാന്തതയിലും തമ്പുരാന്റെ കരം ചലിക്കുന്നത് യോഹന്നാൻ കണ്ടു. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ ദൂതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? എല്ലാം നിശ്ചലമാക്കുന്ന ചില മണ്ഡലത്തിലും ആമേൻ നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ആ ഓഫീസിൽ നിനക്ക് വേണ്ടി തമ്പുരാന്റെ കരം ചലിക്കുന്നത് ആമേൻ കാണാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തും. എനിക്കറിയാം ഈ ദൂത് വ്യക്തമായി ചില വ്യക്തികളിലേക്ക് ആമേൻ ഇടിച്ചം കയറുക. എല്ലാം നിശ്ചലമാകുന്ന മണ്ണായിരിക്കാം, സാധ്യതകളൊന്നും കാണത്തില്ല. പക്ഷെ നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ തമ്പുരാന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നത് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് കാണാൻ പറ്റുമെന്ന ഇന്ന് രാത്രിയിൽ ദൂത്. എന്ന് പറഞ്ഞാൽ 850 കള്ളപ്രവാചകനെ കൊന്ന ഏലിയാവ് ഇസബേലിന്റെ ആക്രമണത്തെ ഭയപ്പെട്ടില്ല. കാരണം അവനറിയാം ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ അവനെ ഓടിക്കുന്ന കൈപ്പത്തിയുടെ അത്തരം വലിപ്പമുള്ളൊരു മേഘം ആമേൻ സ്തോത്രം പ്രത്യക്ഷപ്പെടും. ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ആമേൻ ചില ഏലിയാവുമാരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസത്താൽ ആ ദൂത് അങ്ങോട്ട് ഏറ്റെടുത്തു. വിശ്വാസത്താൽ ആ ദൂത് അങ്ങോട്ട് ഏറ്റെടുത്തു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആഹാബിന്റെ രഥത്തിന്റെ മുൻപേ നിന്നെ ഓടിക്കുന്ന ചില മേഘങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല സ്തോത്രം ഇന്ന് രാത്രിയിൽ ഈ ദൂത് ചില വ്യക്തികളുമായിട്ട് കണക്ട് ആകുക. ഹല്ലേലൂയ. ആമേൻ. പലരുടെയും ആക്രമണത്തെ, പലരുടെയും ഭീഷണിയെ, പലരുടെയും വെല്ലുവിളിയുടെ മുമ്പിൽ നീ ഭാരപ്പെടേണ്ട കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ രഥത്തിന്റെ മുമ്പേ നിന്നെ ഓടിക്കുന്ന ആമേൻ ദൈവത്തിന്റെ മേഘം, അത് ആമേൻ തുടക്കം കൈപ്പത്തി പോലെ ആയിരിക്കും. പക്ഷേ ആമേൻ ദേശത്തിന് വഹിക്കാൻ കഴിയാത്ത മഴ അതിൽ നിന്ന് പെയ്തിറങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആമേൻ ആമേൻ സ്തോത്രം നിങ്ങളെ വിരൽ ചൂണ്ടി ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമുക്കൊക്കെ വലിയ പ്രതികൂലമുണ്ട്, നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ കഷ്ടത ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചേ സ്തോത്രം ആമേൻ നമ്മുടെ മനോഭാവം മാറണം. കഷ്ടതയിൽ പ്രതികൂലത്തിന്റെ അകത്ത് ആമേൻ നിങ്ങളുടെ മനോഭാവം മാറണം. ദാവീദ് എന്തിനാ ഗുഹയ്ക്കകത്തിരുന്ന് പാട്ട് എഴുതിയത്? കരഞ്ഞോണ്ട് അവിടെ ഇരുന്നാ പോരായിരുന്നോ? അവനറിയാം എന്നും ഗുഹയ്ക്കകത്തിരിക്കത്തില്ല. ആമേൻ സ്തോത്രം. ചില പ്രതിസന്ധിയുടെ മുഖത്ത് ആമേൻ പുറത്തിറങ്ങാനും ആളുകളെ ഫേസ് ചെയ്യാനും ഒക്കെ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു, പുതിയ ദൂത് നീ തയ്യാറാക്കിക്കൂ. യേശുവിന്റെ നാമത്തിൽ പുതിയ ദൂത് തയ്യാറാക്കിക്കൂ. ആമേൻ. പുതിയ പാട്ട് എഴുതിക്കൂ. ആമേൻ. എന്റെ ജീവിതത്തിൽ കഷ്ടതയെല്ലാം വന്നപ്പോൾ എല്ലാം ദൈവം എനിക്ക് പാട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലാ പ്രതികൂലങ്ങളും മാറി ശുഭദിനം ആഗതമാകും എന്നുള്ള പാട്ട് ഞാൻ എഴുതിയതാ. ഹല്ലേലൂയ. പ്രതികൂലം മാറി ശുഭദിനം ആഗതമായി. നിന്ദിക്കപ്പെട്ട മുമ്പിൽ ദൈവം എന്നെ മാനിച്ചു. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ എന്നെ നടത്തുന്നത് എന്നും കൂടെ ഉണ്ടെന്ന് പാടിയത് വെറുതെയല്ല. ആമേൻ. നിന്റെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നിന്നെ ദൈവം നടത്തും. ഒത്തിരി 10-30 ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പാട്ടുകളെല്ലാം വെറുതെ എഴുതിയതല്ല. ആമേൻ. പ്രതികൂലത്തിന്റെ ഗുഹയ്ക്കകത്തിരുന്നപ്പോ തമ്പുരാൻ തന്ന പാട്ടുകളാ. സ്തോത്രം. ചിലര് നിന്നെ ഒതുക്കാൻ ഓടിച്ച് ആമേൻ ചില ഗുഹയ്ക്കകത്ത് കയറ്റും. പക്ഷെ അവിടെയും ആമേൻ ദൈവത്തിന്റെ ബദലിൽ നിന്നെ അഭിഷേകം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമുക്കറിയാം അബ്ശാലോം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. സ്തോത്രം. അപ്പന്റെ ആമേൻ സ്ഥാനം തട്ടിയെടുക്കാൻ ആമേൻ ആൾക്കാരെ ആമേൻ കൂട്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അബ്ശാലോമിന്റെ ബുദ്ധിയുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിന്റെ അകത്തുണ്ട്. അബ്ശാലോമിന്റെ ബുദ്ധിയുള്ള ആൾക്കാർ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലുണ്ട്. അബ്ശാലോമിന്റെ ബുദ്ധി പ്രയോഗിക്കുന്നവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലില്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ എന്തെങ്കിലും കുതന്ത്രമൊക്കെ പറഞ്ഞ് പതുക്കെ അവരുടെ കൂട്ടത്തിലാക്കും. സ്തോത്രം. പക്ഷെ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം കേട്ടോ. ആമേൻ. അങ്ങനെ ആമേൻ ദാവീദിന്റെ രാജസ്ഥാനം ബുദ്ധി ഉപയോഗിച്ച് അവൻ തട്ടിയെടുത്തു. പക്ഷെ അവന് കിട്ടിയത് വെറും ഒരു തടിക്കസാര മാത്രം, ഒരു സിംഹാസനം മാത്രമാ. നിങ്ങൾ 3-ാം സങ്കീർത്തനം വായിക്കണം. ദൈവത്തിന്റെ മഹത്വം ദാവീദിന്റെ കൂടെ കാട്ടിലോട്ട് പോയി. ആമേൻ. കാരണം ഇസ്രായേലിന് ദൈവം നിയോഗിച്ച രാജാവ് ദാവീദാണെങ്കിൽ ആമേൻ അത് കുതന്ത്രം ഉപയോഗിച്ച് തട്ടിയെടുക്കുന്ന ആമേൻ അബ്ശലോമിന്റെ കൂട്ടത്തിൽ അത് പോകത്തില്ല. ആമേൻ സ്തോത്രം. ഞാൻ പറയാം ദൈവമക്കളെ, സ്ഥാനം ചിലർ തട്ടിയെടുക്കും, നിങ്ങളുടെ പദവിയൊക്കെ ചിലർക്ക് തട്ടിയെടുക്കാൻ കഴിയും. പക്ഷെ നിന്റെ മേൽ ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം തട്ടിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? യോസേപ്പിന്റെ ഉടുപ്പ് അപ്പൻ കൊടുത്ത് ഉടുപ്പ് കീറിയെടുക്കാൻ. ഞാൻ ചോദിക്കുന്നത്, യാക്കോബിന്
ഈ യോസേപ്പിന്റെ ഹൃദയത്തിൽ ഒരു സ്നേഹം ദൈവം കൊടുത്തിട്ട് ആർക്കെങ്കിലും കീറിക്കൊണ്ടു പോകാൻ പറ്റൂ? കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും ആമേൻ സ്തോത്രം, ആ ദൂതൽ ഇന്ന് രാത്രി കയറി പിടിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ ചില വ്യക്തികളുമായിട്ട് ഞാൻ ഈ പറയുന്ന ദൂതൊക്കെ കണക്റ്റഡാ. ചിന്തകൾ മാറണം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. സ്തോത്രം, അല്ലെങ്കിൽ നിന്നെ നോക്കി രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് നിൽക്കാൻ പഠിക്കണം. സ്തോത്രം പറഞ്ഞേ, ആമേൻ. എന്റെ ദൂതിന്റെ കൂടെ ഇന്ന് രാത്രി നിങ്ങൾ ഉണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് ഫിലിപ്പോസിനെ സജ്ജനാക്കി നിർത്തിയിട്ട് എത്യോപ്യ രാജ്ഞിയുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ ഷണ്ണന്റെ തേരിന്റെ അടുത്തേക്ക് അവനെ എടുത്തുകൊണ്ട് പോയതുപോലെ ദൈവാത്മാ പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ രഥചക്രങ്ങളെ, ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആമേൻ അഭിഷിക്തന്മാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ആമേൻ. ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ അവന്റെ രഥചക്രങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തിരിച്ചതുപോലെ ആമേൻ സ്തോത്രം ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ നന്മ വെളിപ്പെട്ടു വരും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ അകത്ത് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ ഞാൻ ആമേൻ അടുത്തൊരു ദൂത് കൈമാറാം. എന്ന് പറഞ്ഞാൽ തോൽക്കൊല്ലനായ ശീമോന്റെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആമേൻ സ്തോത്രം പത്രോസിന്റെ അഡ്രസ് ഇന്റർനെറ്റ് ഇല്ലാതെ, ഇമെയിൽ ഇല്ലാതെ, ആമേൻ സ്തോത്രം വാട്സപ്പ് ഇല്ലാതെ, ഇൻസ്റ്റഗ്രാം ഇല്ലാതെ, ആമേൻ മറ്റ് മീഡിയ ഒന്നുമില്ലാതെ, ആമേൻ സ്തോത്രം പട്ടാള മേധാവിയായ കൊർനെല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ വിട്ട് ദൂത് കൈമാറ്റം ചെയ്ത ആമേൻ സ്തോത്രം ആത്മമണ്ഡലം ഇന്ന് രാത്രിയിലും സ്വർഗം അത് അടച്ചു കളഞ്ഞിട്ടില്ല. ആ ആത്മമണ്ഡലം നമ്മുടെ തലയ്ക്ക് മേളിൽ ഓപ്പണായി നിൽക്കുകയാണ്. ആമേൻ. ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്തു. കർത്താവ് വചനം കേട്ട് ഏറ്റെടുക്കുന്ന ചിലർക്ക് ചില കണക്ഷൻസ് തരാൻ പോവുക, ചില ദൈവദാസന്മാരുമായി. ചില അഭിഷക്തന്മാർ നമ്മുടെ വീട്ടിൽ കാലുകുത്തിയാൽ ആമേൻ സ്തോത്രം നമ്മുടെ വീടിന്റെ സ്ഥിതി മാറും. ചിലർ നമ്മളോട് സംസാരിച്ചാൽ നമുക്കൊരു പോസിറ്റീവാ. ചിലർ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ വോയിസ് ഫോണിന്റെ അകത്തൂടെ നമ്മളൊന്ന് കേട്ടാൽ അത് വിടുതല. ചില കണക്ഷൻ ദൈവം തരാൻ പോവുക, നിന്റെ അതിരുകളെ വിശാലപ്പെടുത്താൻ, നിന്റെ അടഞ്ഞ വാതിലുകളെ തുറക്കത്തക്ക വിധത്തിൽ. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ സ്തോത്രം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ആമേൻ ചില കണക്ഷൻ, അതായത് ആമേൻ പത്രോസിനെയും കൊർനെല്യോസിനെയും തമ്മിൽ ദൂതൻ ബന്ധിപ്പിച്ചതുപോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ കരച്ചിലിന്റെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ആമേൻ ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ, ആ കഷ്ടം മാറുവാൻ, ആ നിലവിളി മാറുവാൻ, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ ആമേൻ. എവിടെ നീ തകർക്കപ്പെട്ടോ, എവിടെ നീ വേദനപ്പെട്ടോ, എവിടെ നീ ഭാരപ്പെട്ടോ, ആര് നിന്നെ കരയിപ്പിച്ചോ, ആ കരയിപ്പിച്ചവരുടെ മുൻപിൽ ഹല്ലേലൂയ ആമേൻ അസാധാരണമായ ഒരു അനുഭവത്തിലൂടെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. റാസാധാന റാഖമാമ റൗഷയാധര റൗഷേമാന റാസിഖേനു അടഗമന ഘടകമന ഘടകദുര ഘടകധാരി ആദര വൈഡ രക്തത്താൽ ജയം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ മാനസികമായ ചില പിരിമുറുക്കങ്ങൾ മാറിപ്പോകട്ടെ. നാളുകളായി നിന്നെ ഹല്ലേലൂയ ആമേൻ ആമേൻ ബന്ധിച്ച ചില ശത്രുവിന്റെ പോരാട്ടങ്ങൾ, ആമേൻ നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ചില വാക്കുകൾ, ചില ആമേൻ ചില സംഭവങ്ങൾ ആമേൻ സ്തോത്രം ജീവിതത്തിൽ നടന്ന ശേഷം ആമേൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ ആമേൻ ശൈലി മാറിപ്പോയെങ്കിൽ ആമേൻ ഇന്ന് രാത്രിയിൽ എത്ര പഴകിയ മുറിവുകളാണെങ്കിലും ആ മുറിവ് കെട്ടുന്ന അസാധാരണമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ദൂതന് മുമ്പിൽ ചലിക്കട്ടെ, ദൂതന് മുമ്പിൽ ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ കർത്താവ് ഇടപെടുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെയോ കർത്താവ് ഇടപെടുന്നല്ലോ. ഓ
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില വിടുതൽ നടക്കുന്ന എനിക്ക് അറിയാൻ പറ്റും. ചില ദൈവപ്രവൃത്തി നടക്കുന്നത് അത് അറിയാൻ പറ്റും. രക്തത്താൽ ജയം യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ചിലർക്കെതിരെയുള്ള പിശാചിന്റെ വേട്ടകൾ അവസാനിക്കാൻ പോവുക. ഒരു വേട്ട മൃഗത്തെ പോലെ ചിലരെ പിശാച് ഫോളോ ചെയ്യുക, ഓടിക്കുക. ഒരിടത്ത് നിർത്തത്തില്ല, ഒരിടത്ത് സമാധാനം കൊടുക്കത്തില്ല. ആമേൻ സ്തോത്രം. വേട്ട മൃഗത്തെ പോലെ ഓടിക്കുന്ന ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വേട്ടകൾ അവസാനിക്കാൻ പോകുന്നു. നമ്മളൊരു വചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്തോത്രം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. എന്താ അതിന്റെ കാര്യം? ഈ എല്ലാ മൃഗങ്ങൾക്കും ഒരു ചൂരുണ്ട് അല്ലേ? സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും ചെന്നായാണെങ്കിലും ഈ മൃഗങ്ങളുടെ ചൂര് അതിനറിയാം. മാൻ കൂട്ടം കൂടി നിൽക്കുമ്പോൾ മാന്റെ ചൂരുണ്ട്. അപ്പോൾ അതിനെ വേട്ടയാടും. എല്ലാ മാനയും കൂടി ഒന്നിച്ചാ ഓടിക്കുന്നത്. പക്ഷെ ഈ വേട്ട ആടാൻ വരുന്ന അല്ലെങ്കിൽ ആ മൃഗമുണ്ടല്ലോ, ഒന്നിനെ ലക്ഷ്യം വെക്കത്തുള്ളൂ. അപ്പൊ മറ്റെല്ലാം ചെതറിപ്പോവും. ആ ഒരു മൃഗത്തിന്റെ പുറകെ ഓടും. ഓടി ഓടി ഓടി. അപ്പൊ മാന്റെ വേഗം നമുക്കറിയാം. അപ്പൊ ഈ ചൂര് പിടിച്ചാ ഓടുന്നത്. ഈ മാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നീർത്തോട് കണ്ടാൽ പെട്ടെന്ന് ആ നീർത്തോടിന്റെ അകത്ത് ഒന്ന് മുങ്ങും. മുങ്ങിയിട്ട് അവിടെ നിൽക്കത്തില്ല, വെള്ളത്തിന്റെ അകത്തൊന്ന് ചാടി ദേഹമൊത്തം ഒന്ന് നനച്ചിട്ട് റൂട്ട് മാറ്റി ഓടും. കാരണം ആ ചൂര് അവിടം കൊണ്ട് അവസാനിക്കും. ഈ വെള്ളത്തിന്റെ അകത്ത് മുങ്ങുന്നതോടുകൂടെ പിന്നെ കുറച്ച് സമയത്തേക്ക് അതിന്റെ ചൂര് ആ മൃഗത്തിന് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? വേട്ട അവസാനിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവം എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവ സാന്നിധ്യമാകുന്ന ആ വെള്ളത്തിന്റെ അകത്ത് നമ്മളൊന്ന് മുങ്ങിയിരുന്നാൽ, ആ സാന്നിധ്യത്തിന്റെ അകത്ത് നീ ഒന്ന് മുങ്ങിയാൽ, നിന്നെ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ അലർന്ന സിംഹം പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് ചുറ്റിത്തിരിയുന്ന ചില പ്രതികൂലങ്ങൾ സ്തോത്രം നിന്റെ ഭവനത്തെ വിട്ട് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുവാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മരണദൂതൻ എത്ര തെറുതിപ്പെട്ടാലും നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ നിന്റെ ഒരു രോമത്തെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. ഏത് രോഗവും ശത്രു കൊണ്ടുവരട്ടെ, ഏത് പോരാട്ടങ്ങളും വരട്ടെ, ഏത് വിധത്തിലും നിന്നോട് പോരാടിയാലും വാഗ്ദത്തം നിനക്കുണ്ടോ? നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ സ്തോത്രം തലമുറയെ നോക്കി കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞ ചില ദൈവിക വാഗ്ദത്തങ്ങള്, ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങള് നിവർത്തിക്കാൻ കിടപ്പുണ്ടെങ്കിൽ ഏത് സ്തോത്രം എന്തെല്ലാം കൊടുങ്കാറ്റ് നിന്റെ മേലടിച്ചാലും ദൈവത്തിന്റെ മേലെ വാഗ്ദത്തം നിന്റെ മടിയിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാൻ പോവാ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന് രാത്രി ശക്തമായി ദൂത് പറയുന്നു, പാതാള ഗോപുരങ്ങളെ സ്കൂട്ട് പിടിക്കുന്ന യാതൊന്നിനും ഒരു ദൈവത്തിന്റെ പൈതലിനെ തകർക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഭരണകൂടങ്ങൾക്കോ അധികാരങ്ങൾക്കോ നിയമത്തിനോ വിമർശനങ്ങൾക്കോ ആശയങ്ങൾക്കോ ആയുധങ്ങൾക്കോ എന്തിനേറെ പറയുന്നു സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയ്ക്ക് പോലും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്റെ കർത്താവിനെ കല്ലറയ്ക്കകത്ത് പിടിച്ചു വെച്ച് എന്താ സംഭവിച്ചത്? റോമൻ സാമ്രാജ്യത്തിന് ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യഹൂദ മതത്തിന്റെ സകല പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഇരട്ടച്ചങ്കുള്ള കുന്തം പിടിച്ച പന്തം പിടിച്ച ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആയോധന കലവൈര്യന്മാരായ മെയ്വഴക്കമുള്ള അഭ്യാസ തികവുള്ള സ്തോത്ര റോമൻ പടയാളികളെ ഞെട്ടിച്ചുകൊണ്ട് അന്ധകാര പിശാചിനെ അന്തരീക്ഷത്തിൽ ചുഴറ്റിയടിച്ചുകൊണ്ട് സ്തോത്രം എന്റെ കർത്താവ് പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ കല്ലറ ഭേദിച്ചു എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിയുള്ളവനെ കല്ലറയ്ക്കകത്ത് പോലും വെച്ച് ഒതുക്കാൻ പറ്റത്തില്ല. കല്ലറ പൊളിക്കുന്ന ഒരു അഭിഷേകം. അതാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ സന്തോഷം.
നമുക്ക് മരണത്തിന് പേടിയില്ലല്ലോ. കാരണം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന് ശക്തിയാണ് നമ്മുടെ മൺകൂടാരങ്ങളിൽ. കാൽവറി, ഗ്ലോറി, വിക്ടറി, വിക്ടറി എന്ന് സഭയ്ക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം ഉള്ളതല്ല ഈ ആത്മാവ്. ഹല്ലേലൂയ. ഇത് കോൺക്രീറ്റ് പൊളിക്കുന്ന സാധനമാ, ഇത് കല്ലറ പൊട്ടിക്കുന്ന സാധനമാ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൂതന്റെ മുമ്പിൽ നിങ്ങൾ സന്തോഷിക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ആരവാരങ്ങളെക്കാൾ, ആമേൻ, സ്തോത്രം, അതിനേക്കാൾ ആത്മസാന്നിധ്യത്തിന് വില കൊടുക്കണം. വികാര പ്രകടനങ്ങളെക്കാൾ ആന്തരിക ശുദ്ധീകരണം ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പിൽ നടക്കട്ടെ. സ്തോത്രം. അഗ്നി ഇറങ്ങുന്നത് ശുദ്ധീകരിക്കാനാ. സ്തോത്രം. ഇന്നെല്ലായിടത്തും, ആമേൻ, സ്തോത്രം, ഒരു വിവാദം തന്നെയാ ഫയർ എന്ന് പറഞ്ഞാൽ, അല്ലേ? പക്ഷെ ഫയർ വേണം. ആമേൻ. സ്തോത്രം. ചാടാനും ഓടാനും മറിഞ്ഞു വീഴാനും അടുത്ത് നിൽക്കുന്നവരെ ഉന്തിയിടാനും അല്ല ഫയർ വേണ്ടത്. ഫയർ, തീ ഇറങ്ങേണ്ടത് ശുദ്ധീകരിക്കാനാ. സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത് ഒരു ശുദ്ധീകരണമാണ്. എത്ര പേരെ തിരിച്ചറിയുന്നുണ്ട്? സ്തോത്രം. ഒത്തിരി വേദനപ്പെട്ടവര്, ഒത്തിരി മുറിവേറ്റവര്, ഒത്തിരി തകർന്നവര്, ആമേൻ, സ്തോത്രം, ഒക്കെ നമ്മുടെ ആലയങ്ങളിൽ കടന്നു വരുന്നുണ്ട്, അല്ലേ? ഞാൻ പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, തകർന്നവന്റെ, മുറിഞ്ഞവന്റെ, മുറിവ് കെട്ടുന്ന കൂടാരമായി ദൈവസഭ മാറണം. നിങ്ങളുണ്ടോ എന്റെ കൂടെ? ആമേൻ. മുറിവേറ്റ് കിടക്കുന്നവന്റെ മുറിവിന്റെ അകത്ത്, ആമേൻ, ഉപ്പും മുളക് പൊടിയും കൂടി ഇടുന്നവരാകരുത്. ഇന്ന് ആരെങ്കിലും മുറിവേറ്റ് കിടന്നാൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു വിഷയം ഉണ്ടെങ്കിൽ, അത് വാട്സപ്പിന്റെ അകത്തൂടെ, അത് ഫേസ്ബുക്കിന്റെ അകത്തൂടെ, ആമേൻ, അത് യൂട്യൂബിന്റെ അകത്തൂടെ 4 പേരെ അറിയിക്കും. ചിലർക്ക് ആരെക്കുറിച്ചെങ്കിലും ഒരു കുറ്റവും കുറവുമുള്ള ഒരു വീഡിയോ കിട്ടിയാൽ ഉറക്കം ഉളച്ചിരുന്ന് അത് 10 പേർക്ക് അയച്ചു കൊടുക്കുന്നത്. നിർത്തു പരിപാടി. സഭ, നീ സഭയുടെ ഒരു ഭാഗമാ. ഒരുത്തൻ മുറിവേറ്റ് നിന്റെ അടുത്ത് വന്നാൽ, ആമേൻ, നിനക്കവനെ ഉപദേശിക്കാം, നിനക്കവനെ വേണമെങ്കിൽ വഴക്ക് പറയാം. പക്ഷേ നിനക്കൊരു ജോലിയുണ്ട്. എന്നാന്നറിയാം? അവന്റെ മുറിവ് കെട്ടണം. മറ്റുള്ളവന്റെ മുറിവ് കെട്ടുന്ന കൂടാരമായി മാറണം ദൈവത്തിന്റെ സഭ. അങ്ങനെ ഒന്ന് പ്രവർത്തിച്ചു നോക്കിക്കേ. ഈ തമ്മിത്താലും വഴക്കും ഇലക്ഷനും, ആമേൻ, ഈ കൊടിപിടുത്തം എല്ലാം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവന്റെ മുറിവൊന്ന് കെട്ടു നോക്കി. ആമേൻ, സ്തോത്രം. ഞാൻ ആത്മീയ ശുശ്രൂഷ ശക്തമായി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ദൈവദാസൻ വേദനപ്പെട്ടതറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം ഓടി ചെല്ലുന്ന ആള് ഞാനാ. എനിക്ക് അതിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണമെങ്കിൽ ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയാവുന്നല്ല. കഴിഞ്ഞ ദിവസവും ബ്രദർ മരിച്ച ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോയി ആ അപകടം വന്നതാണോ വരുത്തി വെച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന്റെ പരാതി കാര്യങ്ങൾ കൈമാറി. ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ 2 പ്രാവശ്യം പോയി. എനിക്ക് ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്തു പോയി. എന്താണെന്നറിയാമോ? ആമേൻ. നമ്മുടെയൊക്കെ സഹോദരങ്ങൾ വരുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടായാൽ ഞങ്ങൾ ആ കുടുംബത്തിൽ പോയി ആ അമ്മയെ കണ്ടു, ആ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയെ കണ്ടു, ആ കുഞ്ഞിനെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു കൂടെ. എത്ര ദേവദാസന്മാര്! കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ മർദ്ദനമേറ്റു, പോയി അവിടെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ചുറ്റുപാടുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ ആരാധന നടത്താൻ സമ്മതിക്കത്തില്ലെന്ന്. എന്റെ ചർച്ചിൽ വേറെ ദേവദാസനെ ആക്കിയിട്ട് ഞാൻ അവിടെ പോയി ആരാധന നടത്തി. കാരണം നമ്മുടെ കൂടെ ഒരാള് തകർന്നാൽ, വേദനപ്പെട്ടാൽ മാറി നിൽക്കരുത്. മുറിവ് കെട്ടുന്ന കൂടാരമായി ദൈവത്തിന്റെ സഭ മാറണം. മറ്റുള്ളവന്റെ വേദന, ആമേൻ, മനസ്സിലാക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഹല്ലേലൂയ. ഭയങ്കര കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഭയങ്കര വെളിപ്പാടുള്ളവരുണ്ട്, ദർശനമുള്ളവരുണ്ട്, ആമേൻ, സാരിയുടെ നിറം പറയുന്നവരുണ്ട്, ആമേൻ, ആൾക്കാരെ, ആമേൻ, അവർ കുടുംബം, അവരുടെ വീട്ടിനകത്തിരിക്കുന്ന സാധനങ്ങൾ അതെന്തൊക്കെയാണ്, മുറിയവിടെയാണ്, എല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ആമേൻ, നമുക്ക് വേണ്ടത് കൃപാവരങ്ങളെക്കാൾ കൂടുതൽ നല്ലതാ കൃപാവരം. ആമേൻ. നിങ്ങൾ ആമേൻ പറയും. എന്നാന്നറിയാം? നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. ഒരുത്തന്റെ വേദന കണ്ടാൽ, ഒരുത്തന്റെ ദുഃഖം കണ്ടാൽ, ഒരുത്തന്റെ ജീവിതത്തിന്റെ പരാജയം കണ്ടാൽ, കൊള്ളാം, അവൻ പരാജയപ്പെട്ടു, ഞാൻ ഇന്നേരെ ഓർത്ത ഇവൻ പരാജയപ്പെട്ടു. അങ്ങനല്ല, തിരിച്ചു കൊണ്ടുവരാൻ പഠിക്കണം. അവരെ മടക്കി കൊണ്ടുവരണം. അവർക്ക് അവരുടെ മുറിവ് കെട്ടണം. ആമേൻ. നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുക. ആമേൻ. സ്തോത്രം. സന്തോഷമുണ്ടെങ്കിൽ ഞാൻ അടിച്ചേൽപ്പിക്കുകയല്ല. ആമേൻ. നിങ്ങൾക്ക് ഈ ഉപദേശം സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കണം. മറ്റുള്ളവന്റെ മുറിവ് കണ്ട് സന്തോഷിക്കരുത്, മറ്റുള്ളവന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കരുത്, മറ്റുള്ളവന്റെ പരാജയം കണ്ട് സന്തോഷിക്കരുത്. ഞാൻ പറയുന്നത് ശത്രുവാണെങ്കിൽ പോലും. ആമേൻ. തിരിച്ചു കൊണ്ടുവരാൻ പഠിക്കണം. മുറിവ് കെട്ടുന്ന കൂടാരമാ ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. എത്ര അടുത്തത് ഞാൻ അടുത്ത ഒരു സ്തോത്രം ഒരു പോയിന്റിലേക്ക് പോവുക. അതായത് നിങ്ങൾക്ക് എത്ര കൃപയുണ്ടെങ്കിലും അടുത്ത തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുമ്പോൾ കയറി വരാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം, അല്ലേ?
അവിടെ എഴുതിയിരിക്കുന്നത് 4-ാമത്തെ 1-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പോർഷനിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ കയറി വരിക. ആദ്യം പറഞ്ഞത് ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കണ്ടത് കാഴ്ചയാ അല്ലേ? കാഴ്ചയാണ്. എന്നാൽ രണ്ടാമത് കേട്ടത് ശബ്ദമാണ്. അമേൻ, അമേൻ. ദൈവമക്കളെ സ്തോത്രം. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ അമേൻ, യോഹന്നാൻ എല്ലാം തികഞ്ഞവനായിട്ട് നിൽക്കുകയല്ല. അമേൻ, അടുത്ത ഒരു ആത്മമണ്ഡലം സ്വർഗം അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ അമേൻ സ്തോത്രം, യോഹന്നാൻ ആത്മാവിൽ അവിടെ കയറി ചെല്ലുകയാണ്. അമേൻ. ഈ നമുക്കിന്ന് ആത്മീയ ഓളത്തിൽ ഒത്തിരി ആൾക്കാരെ കാണാം, എല്ലാം തികഞ്ഞ ആൾക്കാർ. അടുത്ത ഞാൻ പറയുന്നത് ഞാൻ ആരെയും വിമർശിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. അടുത്ത തലത്തിലോട്ട് നിങ്ങൾ കയറി വരണം. എല്ലാം തികഞ്ഞ് എനിക്ക് ഭയങ്കര കൃപയുണ്ട്, കൃപാവരമുണ്ട്, ഞാൻ പ്രവചിക്കും, ദർശനം കാണും, വെളിപ്പാട് കാണും, എന്നെ കഴിഞ്ഞാൽ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ അടുത്ത തലത്തിലേക്ക് അവിടെ കൊണ്ട് തീർന്നില്ല. പുതിയത് സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് കയറി വരണം. അമേൻ. തേജസ്സിലേക്ക് അമേൻ സ്തോത്രം, നമ്മുടെ ശുശ്രൂഷയിൽ കയറി വരുന്ന ഒരു ആത്മീയ അമേൻ അനുഭവം നമുക്കുണ്ടാകണം. അതായത് മോശ ഫറവോനെ കാണാൻ പോകുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടാ പോയത്, പെട്ടി പാക്ക് ചെയ്തോളാൻ. അമേൻ. എന്ന് പറഞ്ഞാൽ ആബീബ് മാസം 14 തീയതി ഉണ്ടെങ്കിൽ അത് ദൈവം വെച്ച ദൈവത്തിന്റെ ഡേറ്റാ. ഈ ലോകത്തിന്റെ കലണ്ടർ അമേൻ ക്രോണോസാ. എബ്രായ ഭാഷയിൽ ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കലണ്ടറാ. പക്ഷെ കൈനോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കലണ്ടറാ. നമുക്ക് ഈ ലോകത്തിന്റെ കലണ്ടറും ഉണ്ട്, ദൈവത്തിന്റെ കലണ്ടറും ഉണ്ട്. ലോകത്തിന്റെ കലണ്ടറിന് തെറ്റുപറ്റാം, പക്ഷെ ദൈവത്തിന്റെ കലണ്ടറെ തെറ്റുപറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പല കാര്യം തീരുമാനിക്കുന്നു, അയ്യോ നടന്നില്ല, കുഞ്ഞിന്റെ കല്യാണം, നിശ്ചയം, അമേൻ, വിദേശത്ത് പോകാനുള്ള ഇത്, ഫാമിലി വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്യാനുള്ള എല്ലാം മാറിപ്പോവും. അത് ഈ ലോകത്തിന്റെ ഡേറ്റ്, അത് മാറിപ്പോവും. പക്ഷെ തമ്പുരാൻ നിങ്ങളോട് ഒരു ഡേറ്റ് പറഞ്ഞാൽ, യഹോവയായ ദൈവം മോശെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യ മാസം 10-ാം തീയതി ആടിനെ മാറ്റിക്കിടണം, 14-ാം തീയതി അറക്കണം, അതിന്റെ രക്തം ഈസോപ്പ് തണ്ടിലും ഒക്കെ കട്ടളപ്പടിമേലും കുറമ്പടിമേലും താളിക്കണം. പിന്നെ പോകുന്ന കാര്യം പിന്നീട് ആലോചിക്കാന്നല്ല പറഞ്ഞു. അന്ന് രാത്രി പുറപ്പാടാ. ഫറവോനെ കാണാൻ മോശ പുറപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പെട്ടി കെട്ടി വെച്ചോ, ഇന്ന് രാത്രി ഇറങ്ങുക. ആമേൻ. ചിലരോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, മാറിപ്പോയ ചില ഡേറ്റുകൾ, ആമേൻ, മാറിപ്പോയ ചില സംഭവങ്ങൾ ഈ ലോകത്തിന്റെ കലണ്ടറിന് പ്രകാരം മാറിപ്പോയത് ദൈവത്തിന്റെ കലണ്ടറിന്റെ പ്രകാരം നടക്കാൻ പോവുക. അതിന്റെ പേഴ്സണൽ ലൈഫ് ആകട്ടെ, ആമേൻ, അത് നിന്റെ കുടുംബജീവിതത്തിലാകട്ടെ, അത് നിന്റെ സഭാജീവിതത്തോടുള്ള ബന്ധത്തിലാകട്ടെ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാകട്ടെ, ദൈവത്തിന്റെ ആത്മ പറയുന്നു. ആമേൻ. ചില ദൂതുകൾ വിളിച്ചു പറയുമ്പോൾ ആമേൻ നിങ്ങൾ തയ്യാറായിക്കോണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചില ലൊക്കേഷനുകളൊക്കെ ദൈവം ചേഞ്ച് ആക്കും നിന്റെ വാഗ്ദത്തം നിറവേറാൻ വേണ്ടി. ഇപ്പൊ ആയിരിക്കുന്ന രാജ്യത്തായിരിക്കത്തില്ല, ചിലപ്പോ അവിടുന്ന് ആമേൻ ലൊക്കേഷൻ ദൈവം ചേഞ്ച് ആക്കും. ആയിരിക്കും ദേശത്തും ദൈവം ചിലപ്പോ പറിച്ചു നടും, ആയിരിക്കുന്ന ജോലിയിലും ദൈവം ചിലപ്പോ പറിച്ചു നടും. അതിന്റെ വാഗ്ദത്തത്തിന്റെ ഭാഗമാ. ആരൊക്കെയോ സംശയിച്ച് നിൽക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ലൊക്കേഷൻ ആമേൻ ചേഞ്ച് ആകുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ സംശയിക്കരുത്, അത് നിന്റെ വാഗ്ദത്തത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്നത് ആമേൻ സ്തോത്രം, ആമേൻ, നമ്മളെങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കും, ഈ പ്രതികൂലത്തെ നമ്മളെങ്ങനെ മറികടക്കും, നമ്മൾ അതിന് ശക്തരല്ലല്ലോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അതായത് ഏലിയാവ് യാഗോബ് പ്രാർത്ഥിച്ച് തീയിറക്കിയപ്പോൾ, ശക്തമായി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മഴയ്ക്കുള്ള സന്നാഹം വന്നു. അപ്പോൾ ആഹാബ് ഓടി. ആഹാബ് അവിടുന്ന്, ആഹാബിന്റെ രഥം എന്ന് പറഞ്ഞാൽ 8 മിസ്രൈമ്യ പെൺകുതിരകളെയാണ് അതിൽ പൂട്ടിയിരിക്കുന്നത്. നിങ്ങളൊക്കെ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാ. ആമേൻ. അതായത് 1000 പൗണ്ട്, എനിക്ക് തോന്നുന്നത് 1 പൗണ്ട് എന്ന് പറയുന്നത് 460 ഗ്രാം എങ്ങാണ്ട. അപ്പൊ 1000 പൗണ്ട് എന്ന് പറഞ്ഞാൽ 460 അല്ലെങ്കിൽ 450 കിലോ ഉള്ള ഒരു കുതിര 35 കിലോമീറ്റർ വേഗതയിൽ 1 മണിക്കൂർ ഓടുന്നതിനാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, 8 കുതിരയാ. എത്ര കിലോമീറ്റർ ഓടി നമുക്കറിയത്തില്ല, എത്ര ഹോഴ്സ് പവർ ആണെന്ന് അറിയത്തില്ല. ഞാനൊരു ഉദ്ദേശം പറയുക. 8 കുതിര, 8 കുതിരയ്ക്ക് എണ്ണാല് 32 കാല്. ആമേൻ. പക്ഷെ ഏലിയാവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ
ആമേൻ, സ്തോത്രം. ഈ സകല കുതിര ശക്തികളെയും, ഈ ലോകത്തിൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന മിസ്രൈമി പെൺകുതിരകളെയും അതിന്റെ 32 കാലുകളെയും ആമേൻ തോൽപ്പിക്കാൻ അവന്റെ 2 കാലുകളിൽ ദൈവശക്തി വ്യാപരിച്ചു. എത്ര പേരെ ദൂത് ഏറ്റെടുക്കും? ഈ ലോകത്തിന്റെ ശക്തി കണ്ട് നീ പേടിക്കണ്ട. നിനക്കെതിരെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, നീയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ അംഗബലം കണ്ട്, ആമേൻ അവരുടെ ആരൂഢം കണ്ട്, അല്ലെങ്കിൽ സ്തോത്രം അവരുടെയൊക്കെ പണം കണ്ട്, അവരുടെ അധികാരം കണ്ടൊന്നും നീ പേടിക്കണ്ട. നിന്റെ മേൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നിന്റെ മേൽ ഇറങ്ങുന്ന ദൈവശക്തിയുടെ വലിപ്പം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ആമേൻ, അടുത്ത തലത്തിലേക്ക് കയറി വാ. ഈ ദൂത് കേട്ടിട്ട് ആമേൻ സ്തോത്രം, ദൈവമക്കൾ അടുത്ത തലത്തിലേക്ക് കയറി വരണം. ആമേൻ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് പുതിയത് ചിലത് നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യും. പുതിയ ചില ചിന്തകൾ, പുതിയ ചില ആലോചനകൾ ആമേൻ കർത്താവ് നിങ്ങൾക്ക് കൈമാറും. ദൈവം ആരുടെയും പുറം നോക്കിയല്ല, ആമേൻ സ്തോത്രം, ആമേൻ ദൈവം നിങ്ങളുടെ ഹല്ലേലൂയ അകം നോക്കിയാണ് വാതിൽ തുറക്കുന്നത്. ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു രാത്രിയിൽ. ആമേൻ, ചില നന്മയുടെ വാതിലുകൾ ദൈവം തുറക്കുന്നു. ചില ശുശ്രൂഷയുടെ വാതിലുകൾ ആമേൻ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ആമേൻ, തലമുറയ്ക്ക് വേണ്ടി, ആമേൻ സ്തോത്രം, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ചിലത് കർത്താവ് തുറക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആമേൻ നഷ്ടം നിമിത്തം ആമേൻ സ്റ്റോപ്പ് ചെയ്ത ചില ബിസിനസ്സുകൾ, ചില പദ്ധതികൾ, അത് നഷ്ടമാണെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത് നിങ്ങൾ പ്രാർത്ഥിച്ചത് റീഓപ്പൺ ചെയ്യാൻ പോവാ. ഈ ദൂത് ഏതോ വ്യക്തിയുമായിട്ട് കുടുംബമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു ഡൗട്ടിലിരിക്കുക, ഓപ്പൺ ചെയ്യണോ വേണ്ടയോ? ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നു ഹല്ലേലൂയ, ദൂത് കേട്ടിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് സ്റ്റെപ്പുകൾ മുൻപോട്ട് വെച്ചു. കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. ചില പുതിയത് ഹല്ലേലൂയ. ഗിദെയോനെ നോക്കിയിട്ട് പറഞ്ഞു, പരാക്രമശാലിയെ, മുന്തിരിച്ചക്കന് മറഞ്ഞു നിന്ന് ഗോതമ്പ് മെതിച്ച ആമേൻ, അവന്റെ ഉള്ളിൽ ഭയമാണ്, പക്ഷെ അവൻ ഭാവിയിൽ ആരാകുമെന്ന് കണ്ടുകൊണ്ടാണ് സ്വർഗം വിളിച്ചത്. ആമേൻ, ലോകം മുഴുവനും നിന്റെ ആയിരിക്കുന്ന അവസ്ഥ വെച്ചാ നിനക്ക് പേരിടുന്നതെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് പേരിടുന്നത് നീ ആരാകുമെന്ന് ഓർത്തിട്ടാ. ഒരാമേനുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേൾക്കുമ്പോൾ വാതിൽ തുറക്കുന്നത്, ചില വാതിലുകൾ തുറക്കുന്ന ആമേൻ അത് കണ്ട ചില പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആത്മാവിൽ കണ്ടവർ, നാളുകളുടെ നീളത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നത് ആത്മാവിൽ കണ്ടവർ, സ്തോത്രം, ആമേൻ. കണ്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ചിലത് കേൾക്കാൻ പോവുക, കണ്ടതിനേക്കാൾ വലിയത്, ആമേൻ, അതിന്റെ അടുത്ത ലെവല്, ആമേൻ സ്തോത്രം, നീ കേൾക്കാൻ പോവുക. ഹല്ലേലൂയ, ആമേൻ. അടുത്ത തലത്തിലേക്ക് നിങ്ങൾ കയറി വരാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, ആമേൻ, പുതിയത് ചിലത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുന്നു. ഉടമന അടകധര വൈഡ രകൽഖര ജന, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചില ഭവനങ്ങളുമായിട്ട് ആ ദൂത് കണക്ട് ആകട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. രക്തത്താൽ ജയം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആത്മാവില ദൈവത്തിന്റെ ശബ്ദത്തിന് ഇന്ന് രാത്രി നിങ്ങൾ ചെവി കൊടുത്താൽ ആമേൻ, അസാധാരണമായി ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ റാശാഖമന റാദന ജനഹ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, രക്തത്താൽ ജയം. ഇന്ന് രാത്രിയിൽ ആ ദൂതിന് മുൻപാകെ ഒന്ന് സമർപ്പിച്ചേ. ആമേൻ. ഒരിക്കലും ഈ മുട്ടത്തോടിനകത്തിരിക്കുന്ന ആമേൻ കോഴിക്കുഞ്ഞ്, ആമേൻ, പുറത്തുനിന്ന് തോട് പൊട്ടിച്ചിട്ടല്ല ആ കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത്. അകത്തുനിന്ന് ജീവനുള്ള കുഞ്ഞ്, ജീവൻ പ്രാപിച്ച കുഞ്ഞ്, ആമേൻ, അകത്തുനിന്ന് അതിനുള്ള ശക്തി ഉപയോഗിച്ച് അതിന്റെ ചുണ്ടുകൊണ്ട് ആമേൻ ആ തോടിനിട്ട് കൊത്തും. അകത്തുനിന്ന് വിരിഞ്ഞത് കൊത്തുമ്പോൾ ആമേൻ ആ പുറന്തോട് പൊട്ടും. അകത്തുനിന്ന് നിങ്ങൾ കൊത്താൻ തയ്യാറായാൽ, കണ്ടിട്ടില്ലേ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ? ഒരു കോഴിക്കുഞ്ഞ് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അതിന്റെ ചുണ്ടിങ്ങനെ വെളിയിലോട്ട് ഇട്ട് കാണിക്കുമ്പോൾ തള്ളക്കോഴി വെളിയിൽ നിന്ന് ഒരു ചവിട്ടോട് വെച്ചു കൊടുക്കും. ഇന്ന് രാത്രി നീ അകത്തുനിന്ന് തോട് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ, ആയിരിക്കുന്ന തോട്, പലരും പല തോടിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുക, ആമേൻ, തോട് പൊട്ടിയാലേ പുറത്തു വരത്തുള്ളൂ.
നിന്നിലുള്ള ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ, നിന്നിലുള്ള അഭിഷേകം വെളിപ്പെടണമെങ്കിൽ, നിന്റെ വാഗ്ദത്തം നടക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, നീ പൊതിഞ്ഞു വെച്ച ചില തോടുകളുണ്ട്. അത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ആയിരിക്കാം, ഒരുപക്ഷെ പാരമ്പര്യത്തിന്റെ ആയിരിക്കാം. ആമേൻ, ആ തോടുകളൊക്കെ ഇന്ന് രാത്രി പൊട്ടിമാറണം. അകത്തു നിന്ന് നീ കൊത്തുന്നത് കണ്ടാൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആമേൻ, ബാക്കി തോടുകൂടെ വലിച്ചു കീറിക്കോളും, നിന്നെ പുറത്ത് ചാടിക്കും. ആമേൻ, ഹല്ലേലൂയ. പുതിയ വാതിലുകൾ നീ കാണും, പുതിയ, ആമേൻ, ഡോറുകൾ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്, ഇതുവരെ നീ സഞ്ചരിക്കാത്ത പാതകൾ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവികമായ വിടുതലുകൾ, ആമേൻ, നിന്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നു. ആമേൻ. വചനം പറയുന്നു, അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാതിൽ, ആമേൻ, സ്വർഗത്തിൽ അവന് വേണ്ടി തുറക്കുന്നവൻ കണ്ടു. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ദൂത് ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു, ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. അടഞ്ഞു കിടന്ന ചില വാതിലുകൾ, ആമേൻ, നാളുകളായി പല വിധത്തിൽ തുറക്കുവാൻ ശ്രമിച്ചിട്ട് തുറക്കാതെ കിടന്ന ചില വാതിലുകൾ, അത് ഏതൊക്കെ മേഖലയിലാണ് തുറക്കപ്പെടേണ്ടതെന്ന് ദൂത് കേട്ട നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. ഇന്ന് രാത്രിയിൽ വിശ്വാസത്താൽ ആ ദൂത് ഏറ്റെടുക്കുക. ആമേൻ, ചില വാതിലുകൾ ഓപ്പൺ ആകുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. ആമേൻ, ഈ വചനം, ആമേൻ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന, ആമേൻ, സ്തോത്രം, ചില പ്രിയപ്പെട്ടവരുമായിട്ട് ഇന്ന് രാത്രിയിൽ ആ ദൂത് കണക്ട് ആകുക. അസാധാരണമായ ദൈവപ്രവൃത്തി. രക്തം ക്ഷയം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ, ആ ഡെലിവറൻസ് സംഭവിക്കട്ടെ, ആ ദൈവപ്രവൃത്തി വെളിപ്പ്, ആ വചനത്തിന്റെ ശക്തി, ആമേൻ, ആ ദൂതിന്റെ, ആമേൻ, സ്തോത്രം, ശക്തി, ഹല്ലേലൂയ, ചില ഇരുമ്പോടാമ്പലികളെ തകർക്കട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് വിരോധമായുള്ള ചില കയ്യെഴുത്തുകൾ യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ, ആമേൻ, പ്രാർത്ഥിക്കുന്നതിന് ജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, അസാധാരണമായ ദൈവത്തിന്റെ പദ്ധതികൾ, അസാധാരണമായ, ആമേൻ, ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റാൻ ദൈവത്തിന് പറ്റും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലമുറയെ കടുങ്കട്ടിട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ പൊട്ടിച്ചു മാറ്റാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുത്തു, വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമുക്ക്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സമ്പത്തായിട്ടുള്ളത് ദൈവം തരുന്ന ഇതുപോലത്തുള്ള ദൂതുകളാ കേട്ടോ. ഒറ്റ മിനിറ്റ് മതി, ഒരു സെക്കൻഡ് മതി, താഴ്വര സൈന്യമായി എഴുന്നേറ്റതുപോലെ ഇന്ന് ചില കുടുംബങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവാ. ചില കുടുംബങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവാ. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കാൻ, നിന്റെ സഭയെ ഉദ്ധരിക്കാൻ, നിന്റെ മിനിസ്ട്രിയെ ഉദ്ധരിക്കാൻ. എന്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി, ഒരു വാക്ക് മതി. സകലതും ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ അവൻ ഉളവാക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഇല്ലാത്തത് ചില ഉളവായി വരട്ടെ. വിട്ടുകൊടുക്കാം കർത്താവിന്റെ സന്നിധിയിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. അടഞ്ഞ വാതിൽ തുറക്കും നിനക്കായി സ്വർഗീയവേ ചെയ്തു തീർപ്പാൻ. അടഞ്ഞ വാതിൽ തുറക്കും നിനക്കായി സ്വർഗീയവേ ചെയ്തു തീർപ്പാൻ. ചതഞ്ഞോടാ ഓടിക്കുകയില്ല, പുകയുന്ന തീരിയവൻ കേടുത്തുകില്ല. ചതഞ്ഞോടാ ഓടിക്കുകയില്ല, പുകയുന്ന തീരിയവൻ കേടുത്തുകില്ല. ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകി. ഉയർന്ന വാതിലുകൾ തുറന്നിടുമവൻ നമുക്ക്. ഉയർന്ന വാതിലുകൾ തുറന്നിടുമവൻ നിനക്ക്. ഉന്നതനാ
യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ ഉയരങ്ങൾ വാതിലുകൾ തുറന്നിടുമവൻ നമുക്ക് ഉയരങ്ങൾ വാതിലുകൾ തുറന്നിടും അവൻ നമുക്ക്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,